പഞ്ചാബിലെ തിരക്കേറിയ ജലന്ധർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പാത്രം നിറയെ പെൻസിലുകളുമായി ഒരു ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ഭിക്ഷക്കാരനെ പോലെ അയാൾ യാചിച്ചിരുന്നില്ല. അയാളുടെ കണ്ണുകളിൽ വിശപ്പും നിസ്സഹായതയും ഉണ്ടായിരുന്നെങ്കിലും ഒരു തരം നിശ്ചലത അയാളെ പൊതിഞ്ഞിരുന്നു. ആളുകൾ പ്ലാറ്റ്ഫോമിലൂടെ തിരക്കിട്ട് നടന്നു നീങ്ങുമ്പോൾ ആ പെൻസിൽ പാത്രം ആരും ശ്രദ്ധിച്ചില്ല. ആരുടെ മനസ്സിലും ഭിക്ഷക്കാരന്റെ പെൻസിലുകൾക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പലരും അയാളുടെ മുന്നിലേക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആത്മവിശ്വാസം പ്രസരിക്കുന്ന മുഖഭാവത്തോടെ ഒരു യുവ ബിസിനസ്സുകാരൻ ആ പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയത്. ആ യുവാവിൻ്റെ മനസ്സിൽ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പെട്ടെന്ന് ഭിക്ഷക്കാരൻ്റെ നേർക്ക് അയാളുടെ നോട്ടമെത്തി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ നോട്ട് ഭിക്ഷക്കാരൻ്റെ പാത്രത്തിലിട്ട് അയാൾ മുന്നോട്ട് നടന്നു. അയാളുടെ മനസ്സിൽ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു എന്ന ചാരിതാർത്ഥ്യം മാത്രം. പക്ഷെ ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അയാളുടെ മനസ്സ് പെട്ടെന്ന് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി. ഉള്ളിൽ ഒരു ചിന്ത മിന്നിമറഞ്ഞു. ഇത് കേവലം ഒരു ഭിക്ഷ നൽകലായിരുന്നോ? ഒരു പാത്രം നിറയെ പെൻസിലുകൾ മുന്നിൽ വെച്ചിരുന്ന ഭിക്ഷക്കാരൻ യഥാർത്ഥത്തിൽ ഒരു ഭിക്ഷയാണോ ആഗ്രഹിക്കുന്നത്? ഒരു സംരംഭകൻ എന്ന നിലയിൽ ഓരോ ഇടപാടിലും ഒരു മൂല്യം കൈമാറണമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നടന്നു ഭിക്ഷക്കാരൻ്റെ അടുത്തെത്തി. അയാളുടെ പാത്രത്തിൽ നിന്ന് ഏതാനും പെൻസിലുകൾ എടുത്തു. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, "ഞാൻ ഇട്ട പണത്തിന് പകരമായി ആണ് ഈ ഒരു പെൻസിലുകൾ. കാരണം ഞാനും നിങ്ങളും ഒരേ തരത്തിൽ ബിസിനസ്സുകാരാണ്." ഈ വാക്കുകൾ ഭിക്ഷക്കാരനെ അമ്പരപ്പിച്ചു. ഒരു ഭിക്ഷക്കാരനെ ബിസിനസ്സുകാരനെന്ന് വിശേഷിപ്പിക്കുക. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു വാചകം കേൾക്കുന്നത്. വാചകം അവൻ്റെ മനസ്സിൽ ഒരു വൈദ്യുത പ്രവാഹം പോലെ കടന്നുപോയി. ബിസിനസ്സുകാരൻ ട്രെയിനിലേക്ക് കയറിയപ്പോൾ ഭിക്ഷക്കാരൻ്റെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത ഉദിച്ചു. ആ വാക്കുകൾ ആത്മാഭിമാനത്തിൻ്റെ മൃതപ്രായമായ കനലിൽ ഒരു തീപ്പൊരിയിട്ടു. മാസങ്ങൾക്ക് ശേഷം ജലന്ധറിൽ ഒരു വലിയ ബിസിനസ് പാർട്ടി നടക്കുകയായിരുന്നു. ഉന്നതരായ സംരംഭകരും വ്യവസായികളും തിങ്ങി നിറഞ്ഞ ആ വേദിയിലേക്ക് ഒരു യുവ ബിസിനസ്സുകാരൻ ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാഴ്ച കണ്ടത്. അയാളെ അമ്പരപ്പിക്കുന്ന ഒരു രൂപം. കോട്ടും ടൈയും ധരിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരു മാന്യൻ. അയാളുടെ കണ്ണുകളിൽ തിളക്കമുണ്ട്, ശരീരഭാഷയിൽ വിജയമുണ്ട്. അതെ, അത് മാസങ്ങൾക്ക് മുമ്പ് ജലന്ധർ റെയിൽവേ സ്റ്റേഷനിൽ താൻ കണ്ട അതേ ഭിക്ഷക്കാരൻ. പുതിയ രൂപത്തിലെത്തിയ ഭിക്ഷക്കാരൻ യുവ ബിസിനസ്സുകാരൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ നന്ദിയും ആദരവും ഒരേ സമയം തിളങ്ങി നിന്നു. "നിങ്ങൾ ഒരു പക്ഷേ എന്നെ ഓർക്കുന്നുണ്ടാവില്ല," അയാൾ പറഞ്ഞു. "പക്ഷേ എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു." അയാൾ തുടർന്നു, "എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ എന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് കണ്ടത്. നിങ്ങൾ എനിക്ക് ഭിക്ഷ നൽകിയില്ല, പകരം എൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നൽകി. ആ വാക്ക് ഞാനും നിങ്ങളും ഒരേ തരത്തിൽ ബിസിനസ്സുകാരാണ് എന്നത് എൻ്റെ ആത്മാഭിമാനത്തെ ഉണർത്തി. വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എൻ്റെ ആത്മവിശ്വാസത്തിന് അതൊരു തീപ്പൊരിയായി മാറി. ആ നിമിഷങ്ങൾ ഞാൻ ഭിക്ഷാടനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എനിക്ക് കഴിവുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നീട് കഠിനാധ്വാനം ചെയ്ത് ഞാൻ ഒരു ചെറിയ സ്റ്റേഷനറി ബിസിനസ് ആരംഭിച്ചു. ഈ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഞാൻ പിന്മാറിയില്ല. കാരണം എനിക്കറിയാമായിരുന്നു ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം ഈ നിലയിൽ എത്തി നിൽക്കുന്നു." അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. "എൻ്റെ മാന്യതയും ആത്മാഭിമാനവും എനിക്ക് തിരികെ നൽകിയതിന് 1000 നന്ദി." യുവ ബിസിനസ്സുകാരൻ ആ വാക്കുകൾ കേട്ട് നിശബ്ദനായി നിന്നു. ഒരു ചെറിയ പ്രവൃത്തിക്കും ഒരു വാക്കിനും ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ആ നിമിഷം അയാൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. പിന്നീട് ബിസിനസ് മീറ്റിൽ
സദസ്സിനെ അഭിസംബോധനം ചെയ്യാനുള്ള തൻ്റെ ഊഴമെത്തിയപ്പോൾ യുവ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഓരോ മനുഷ്യനിലും ഒരു സംരംഭകനുണ്ട്. ഓരോ വ്യക്തിയിലും അനന്തമായ സാധ്യതകളുണ്ട്. നാം അവരെ എങ്ങനെ കാണുന്നു, എങ്ങനെ അവരോട് ഇടപഴകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഭാവി. ഒരു ചെറിയ പ്രോത്സാഹനത്തിന് പോലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. താങ്ക് യു.